മഞ്ഞുമേൽ ബോയ്സ് മലയാള സിനിമയിലെ ഗെയിം ചേഞ്ചർ എന്ന് നിസ്സംശയം പറയാവുന്ന സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റായി, OTT ഇറങ്ങി ഹിറ്റായി, പിന്നെന്താണ് ഇപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുന്നത്? അതിന് പറയാൻ കാരണമുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിലെ ബോക്സ് ഓഫീസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മഞ്ഞുമേൽ ബോയ്സ് നമുക്കറിയാം, ഒരു യഥാർത്ഥ സംഭവത്തെ ചിദംബരം ഗംഭീരമായി പ്രസന്റ് ചെയ്തപ്പോൾ കിട്ടിയത് മലയാള സിനിമയിലെ ഗെയിം ചേഞ്ചറാണ്. അതായത് സുഷിൻ ശ്യാം പറഞ്ഞ പോലെ മോളിവുഡിന്റെ ഗെയിം ചേഞ്ചറാണ് മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായി നമുക്കറിയാം തമിഴ്നാട്ടിലും ഗംഭീര ഹിറ്റായിരുന്നു സിനിമ. അങ്ങനെ ഒരു പാൻ സൗത്ത് ഇന്ത്യൻ ഇമ്പാക്ട് സൃഷ്ടിച്ചിരുന്നു ഈ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ. സിനിമ ഫൈനൽ വേൾഡിൽ ഏകദേശം 250 കോടി കളക്ട് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ സൂചിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമ ഹിറ്റായെങ്കിലും ഈ ഒരു സിനിമയുടെ കൂടെ വിവാദങ്ങൾ ഇങ്ങനെ പുറകെ വരുന്നുണ്ടായിരുന്നു. ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് നമുക്കറിയാം, കൺപണി അൺബോർഡ് എന്ന് പറഞ്ഞ ആ ഒരു ഗാനം കോപ്പിറൈറ്റ് ഇല്ലാതെയാണ് ഇവർ ഈ സിനിമയിൽ പകർത്തിയെന്ന് പറഞ്ഞ് ഇളയരാജ കേസ് കൊടുത്തായിരുന്നു. അതുകൂടാതെ അതിലെ ഈ ഒരു മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ മെയിൻ ഇൻവെസ്റ്ററായ വ്യക്തിക്ക് അതിന്റെ പ്രോഫിറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം കേസ് കൊടുത്തു. ഇപ്പോഴിതാ ED പറയുന്നു ഈ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ ഊതി പെരുപ്പിച്ചാണ്. അതായത് മണി ലോണ്ടറിംഗ് വരെ ഇത്രത്തോളം കളക്ഷൻ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാ കേസുകൾ നമ്മുടെ ശരിക്കും പറഞ്ഞ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ പറയുന്ന കളക്ഷനൊക്കെ ശരിയാണ്. നമുക്കറിയാം ഒരു സിനിമയ്ക്ക് ഏകദേശം ഇത്ര കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു തിയേറ്ററിലെ ഇമ്പാക്ട് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇതിന് ഇത്രത്തോളം കിട്ടിയെന്നുള്ളത്. ഇന്ന് മലയാള സിനിമയിൽ ഇറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റാണ് അല്ല, പക്ഷേ എങ്കിൽ കൂടി ആദ്യത്തെ ദിവസം 2 ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് അതിൻ്റെ ഒരു സക്സസ് ആണ്. ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത ദിവസം ആ സിനിമ തിയേറ്ററിൽ കാണത്തോളില്ല, എങ്കിലും സക്സസ് പാർട്ടിയാണ്, സക്സസ് ആയെന്ന് പറഞ്ഞാണ്, അതായത് ഇത്ര കോടി കിട്ടിയെന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് കുറെ കഴിയുമ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറയും എനിക്ക് ഈ സിനിമയിൽ നിന്ന് വലിയ ലാഭം കിട്ടിയിട്ടില്ല, ഇതാണ് സംഭവിച്ചത്. കഴിഞ്ഞ പോലെ 2023 ഒരു കളക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങി, പക്ഷേ സൂപ്പർ ഹിറ്റ് അതായത് പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയ സിനിമകൾ വളരെ കുറവായിരുന്നു. അത് ഒരു പ്രൊഡ്യൂസർ തന്നെ ഒരു ഇന്റർവ്യൂ റിവീൽ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം സിനിമയുടെ കളക്ഷൻ എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റുമെന്ന് പറയും, പക്ഷേ എങ്കിൽ കൂടി കൂടുതലും ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ മൾട്ടിപ്ലക്സുകളിലാണ്. ഈ B ക്ലാസ് C ക്ലാസ് തിയേറ്ററുകളിലൊക്കെ കളക്ഷൻ ട്രാക്ക് ചെയ്യുന്നതിന് ഒരു വ്യക്തമായ ഒരു ആപ്പോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ പറയുന്ന കളക്ഷനുകളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ മുന്നേ ഉള്ളൂ. അപ്പോൾ മലയാള സിനിമയുടെ കളക്ഷനെ വരെയാണ് ആ ഒരു ചോദ്യചിഹ്നം വന്നെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് മഞ്ഞുമേൽ ബോയ്സിന് 250 കോടി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രത്തോളം എന്താണ് തിയേറ്റർ നിറഞ്ഞോടിയ സിനിമയാണ്. സോ അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ സത്യാവസ്ഥ നമുക്ക് ഇനിയും വരും സമയങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രേമലു എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുന്നു. ഈ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഏകദേശം 130 കോടിയോളം കളക്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഞാൻ കോട്ടയം ഒരു ഹോസ്പിറ്റലായിരുന്നു. ആ ടൈമിൽ 10 ദിവസം ആ ഹോസ്പിറ്റൽ ഇപ്പുറത്തായിരുന്നു തിയേറ്റർ എന്ന് പറയും. ആ 10 ദിവസവും അതിന്റെ എല്ലാ ഷോയിലും ഗംഭീര ക്രൗഡാണ്, പറഞ്ഞാൽ ഹൗസ്ഫുൾ തന്നെയാണ്. അപ്പം നമുക്ക് ഊഹിക്കാം ഈ സിനിമയ്ക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാ തിയേറ്ററുകളും പോയി നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ കളക്ഷൻ കിട്ടിയില്ല. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ഇതിൽ ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയ പ്രൊഡ്യൂസർക്ക് ലാഭം, തിയേറ്റർ ഓണേഴ്സിന് ലാഭം, ഒരു സാധാരണ ഓഡിയൻസിന് ഇതുകൊണ്ട് ഒരു ലാഭമൊന്നുമില്ല. അയാൾക്ക് ആ ഒരു സിനിമ എന്റർടൈൻമെന്റ് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിൽ കൂടിയും മലയാള സിനിമയിലെ ഒരു ബോക്സ് ഓഫീസിനെ പറ്റിയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. അതായത് ഹിറ്റായി എന്ന് പറഞ്ഞ സിനിമകൾക്ക് അത്രത്തോളം കളക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ മലയാളികൾ പൊതുവെ അതായത് നമ്മുടെ സിനിമയിൽ ഇത്ര കളക്ഷൻ കിട്ടിയത് നമുക്ക് ഇത്ര കിട്ടി കാണുമോ എന്നൊരു ചോദ്യം വരും. പക്ഷേ അന്യഭാഷയിൽ തമിഴോ തെലുങ്കിനൊക്കെ 300-400 കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കിട്ടി കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളക്ഷൻ കിട്ടിയ സിനിമകൾ പോലും ചോദ്യചിഹ്നത്തിൽ വരും, അല്ലെങ്കിൽ അത്ര ഹിറ്റായ സിനിമകൾ പോലും ചോദ്യചിഹ്നത്തിൽ വരും ഇത്രയും കളക്ട് ചെയ്യുക എന്നുള്ളത്. എന്തായാലും മഞ്ഞുമേൽ ബോയ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവാദങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത്രയും കളക്ഷൻ കിട്ടിക്കാണും, അല്ലെങ്കിൽ മലയാള ബോക്സ് ഓഫീസിന്റെ ഈ കളക്ഷനൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വേണം? എന്തായാലും ഇതിന്റെ ഒരു അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കില്ല.